നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പലഹാരപ്പൊതി എന്ന രണ്ടാമത്തെ യൂണിറ്റാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മുഖപ്പേജ് നോക്കിയേ മക്കളെ, എന്തെല്ലാം ചിത്രങ്ങളാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കിയേ, കുറേ ജീവികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറേ പലഹാരങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരമ്മ നിന്ന് കുഞ്ഞിന് ആഹാരം വാരി കൊടുക്കുന്ന ചിത്രവും കാണിച്ചിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുള്ള കവിത നോക്കിയേ മക്കളെ. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ടു മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ടു മാമ കൊടുക്കുന്നു നങ്ങേലി. എങ്ങനെയാണ് നങ്ങേലിയമ്മ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നതെന്ന് നോക്കിയേ മക്കളെ. കാച്ചിയ മോരൊഴിച്ചിളക്കി കാക്കയുടെയും പൂച്ചയുടെയും ഒക്കെ പാട്ടുകൾ പാടിയിട്ട് മാനത്തെ അമ്പിളി മാമനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് നങ്ങേലിയമ്മ കുഞ്ഞിന് മാമ കൊടുക്കുന്നത്, ആഹാരം കൊടുക്കുന്നത്. അമ്മയെപ്പോലെ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്ന മറ്റാരെങ്കിലും ചിത്രത്തിലുണ്ടോ? ഉണ്ട്. ആരാണത്? മരക്കൊമ്പിലിരിക്കുന്ന കാക്ക തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ചിത്രവും അവിടെ കാണിച്ചിട്ടുണ്ട്. മാതൃസ്നേഹത്തെക്കുറിച്ച് പറയുന്ന കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയിലെ വരികളാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, പൊന്നാനിക്കടുത്തുള്ള കുറ്റിപ്പുറത്ത് 1906 ജനനം. പൂതപ്പാട്ട്, പുത്തൻകലവും അരിവാളും, കറുത്ത ചെട്ടിച്ചികൾ എന്നിങ്ങനെ 10 കവിതാ സമാഹാരങ്ങളിലായി 300-ലധികം കവിതകളും 6 നാടകങ്ങളും രചിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചു. 1974 അന്തരിച്ചു. അടുത്ത പാഠം നോക്കിയ മക്കളെ. ഞാനല്ല. ചിത്രത്തിൽ ആരെയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്? 2 കുട്ടികളെ കാണിച്ചിട്ടുണ്ട്. അണ്ണാനുണ്ട്, പക്ഷികളുണ്ട്, കോഴിയുണ്ട്, വീട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. പേരയ്ക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ. പെൺകുട്ടി പറയുകയാണ്, മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈനീട്ടി ചാടിയതും ഞാനല്ലേ. നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളികണ്ണാൽ നോക്കിയതും ഞാനല്ലേ. പേരയ്ക്ക പറിച്ചതും കറുമുറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല കുഞ്ഞേട്ടൻ. ലളിതാ ലെനിൻ്റെ കടൽ എന്ന കവിതയിലെ വരികളാണിത്. പഴുത്ത പേരയ്ക്ക ആദ്യം കണ്ടതും അതിനെ കൈചൂണ്ടി കാണിച്ചതും ഞാനല്ലേ എന്നാണ് പെൺകുട്ടി ചോദിക്കുന്നത്. മാവിൽ പഴുത്ത മാമ്പഴമുണ്ടെന്ന് മണം കൊണ്ട് ആദ്യം അറിഞ്ഞതും അത് പറിക്കാനായി ചാടി നോക്കിയതും ഞാനല്ലേ എന്നാണ് പെൺകുട്ടി ചോദിക്കുന്നത്. അതുമാത്രമല്ല, അടുക്കളയിൽ നെയ്യപ്പം ഉണ്ടാക്കിയത് ആദ്യം അറിഞ്ഞതും അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചതും ഉള്ളികണ്ണാൽ നോക്കിയതും ഒക്കെ ഞാനാണെന്ന് പെൺകുട്ടി പറയുന്നു. പക്ഷേ എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് നോക്കിയേ. പേരയ്ക്കയും മാമ്പഴവും നെയ്യപ്പവും ഒക്കെ ആദ്യം കണ്ടത് അനുജത്തിയാണെങ്കിലും പേരയ്ക്ക പറിച്ച് തിന്നതും മാമ്പഴം മുറിച്ച് തിന്നതും നെയ്യപ്പം കടിച്ചു തിന്നതുമൊക്കെ ആദ്യം ചെയ്തത് കുഞ്ഞേട്ടനാണെന്ന് പെൺകുട്ടി പരിഭവത്തോടും സങ്കടത്തോടും കൂടി പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ തന്നിട്ടുള്ള ചിത്രം നോക്കിയ മക്കളെ. സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനെയും സങ്കടത്തോടെ നിൽക്കുന്ന അനുജത്തെയും അല്ലേ കാണിച്ചിട്ടുള്ളത്. ചോദ്യങ്ങൾ നോക്കിയ മക്കളെ. 1. കവിത ഈണത്തിൽ ചൊല്ലി നോക്കൂ. ഈണത്തിൽ കവിത നന്നായിട്ട് ചൊല്ലി നോക്കുക. 2. ഞാനല്ല എന്ന് കുട്ടി വീണ്ടും പറയാൻ കാരണം എന്താകും? എന്താ നോക്കിയേ. പഴുത്ത പേരയ്ക്ക ആദ്യം കണ്ടതും മാവിൽ പഴുത്ത മാമ്പഴമുണ്ടെന്ന് മണം കൊണ്ട് ആദ്യം അറിഞ്ഞതും അടുക്കളയിൽ നെയ്യപ്പം ഉണ്ടാക്കിയത് ആദ്യം അറിഞ്ഞതും അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചതും എല്ലാം അനുജത്തിയായ കുട്ടിയാണ്. എന്നാൽ ഇതെല്ലാം ആദ്യം കഴിച്ചത് അവളുടെ കുഞ്ഞേട്ടനാണ്. 2 പേർക്കും തുല്യമായി അവകാശപ്പെട്ടതൊക്കെ അവളുടെ കുഞ്ഞേട്ടന് മാത്രമായി കിട്ടുന്നതിലെ പരിഭവവും സങ്കടവുമാണ് കുട്ടി ഇങ്ങനെ പറയാൻ കാരണം. അടുത്ത ചോദ്യം നോക്കിയ മക്കളെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിൽ ചേട്ടൻ്റെയോ അനുജത്തിയുടെയോ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? മക്കൾക്ക് വീട്ടിൽ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ കയ്യിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവിടെ എഴുതി ചേർക്കുക. ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്